ഇന്ന് എൻ്റെ മക്കളുടെ 8ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇതിലെന്താ പറയുക, എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായി. എൻ്റെ ഫ്രണ്ടാണ് ദിൽസിയ എന്നിട്ട് അവളൊരു കാര്യം പറഞ്ഞു, എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ അന്നേരം മുതൽ 2, 3, 4, 5 ഇങ്ങനെ മക്കളുടെ ഓരോ വയസ്സിൻ്റെ ബർത്ത്ഡേ വ്ളോഗും കണ്ട് അതായത് എല്ലാവരും കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് വളർന്ന പോലത്തെ ഒരു ഫീല്. എത്ര പെട്ടെന്ന് 8 വയസ്സായെന്നൊക്കെ ചോദിച്ചിട്ട്, സത്യമല്ലേ 8 എന്ന് പറയുമ്പം വലിയ മക്കളായി. പക്ഷെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുവരെ കഴിഞ്ഞ എല്ലാ ബർത്ത്ഡേയും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ, അല്ലാണ്ട് അതായത് ഞാനൊരു ഹോം ബേക്കറാണ്, ഞാനൊരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യുന്ന ആളാണ്. സോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ ചെയ്യും അവരെ സന്തോഷിപ്പിക്കാൻ. ഈവൻ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് പോലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഞാൻ ആരെയും കാത്തിക്കൊന്നുമില്ല, ആരെങ്കിലും എന്നെ വന്ന് സന്തോഷിപ്പിക്കട്ടെ അങ്ങനെയൊന്നും ഞാൻ വെയിറ്റ് ചെയ്യൽ കൂടിയില്ല. ഞാൻ സ്വയം എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കും, എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും. അതുപോലെ ഞാൻ മക്കളുടെ ബർത്ത്ഡേക്കും അവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ചങ്ങായിമാരെ വിളിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. സോ അവരെ കുറച്ച് ചങ്ങായിമാരെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ ചങ്ങായിമാർക്ക് കൊടുക്കാൻ സ്കൂളും മദ്രസയിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രയോണിൻ്റെ സൈസിൽ ഇതുപോലൊരു ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ കസ്റ്റമൈസ്ഡ് ക്രയോൺ ബോക്സ് ആയി. സോ ഇങ്ങനെ ഒരു 10-40 ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, സ്കൂളും മദ്രസയിലേക്കും കൂട്ടിയിട്ട്. പിന്നെ ഒരു ബൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഹോട്ട് വീൽസ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഇതുപോലെ സ്റ്റിക്കാക്കി. അതുപോലെ ഈ ഒരു ബൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അനിയൻ തന്ന ബൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് ഞാൻ സാധനങ്ങളെല്ലാം പറിച്ചെടുത്തിട്ട് ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിന്. സോ അതിലേക്ക് ഈ ഒരു ഹോട്ട് വീൽസും പിന്നെ കുറച്ച് കിൻഡർ ജോയിലും വെച്ചിട്ട് അതൊരു ബൊക്കെ ആക്കാമെന്നാണ് എൻ്റെ പ്ലാന്. പിന്നെ കുറേ പ്ലെയിൻ ബോക്സുകളും കുറച്ച് ഗിഫ്റ്റെല്ലാം വെച്ചിട്ടുള്ള ബോക്സുകളെല്ലാം ആക്കിയിട്ട് അതെല്ലാം ഹാമ്പർ പോലെ ചുറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ഇപ്പം നമ്മളതായ ഒരു ഐഡിയ. എനിക്ക് ഇവർക്ക് മെറൂൺ കളർ ഡ്രസ്സാണ് അടിച്ചിട്ടുള്ളത്. സോ അതിന് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് തീമിൽ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. സോ ഇത്രയും ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആസ്മിയാൻ്റെ ഡ്രസ്സിൻ്റെ തുണിയൊക്കെ വാങ്ങിയത് പരാഗെന്നാണ്. എന്നിട്ട് അത് അടുപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാത്തിൻ്റെ ഏട്ടത്തി സൈന സ്റ്റിച്ചിങ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അവളോളെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്ന കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താണെന്നോ പറഞ്ഞത് അതുപോലെ കിട്ടിയിട്ടുണ്ട്. തലേന്ന് രാത്രി പോയി വാങ്ങി ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ നല്ല എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച്. പിന്നെ കുറേ സജഷൻസ് എൻ്റെ അടുത്ത് ബോ വെച്ചാൽ നല്ല ഉണ്ടാകുന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റ് ആയതിനു ശേഷം ഈ ബർത്ത്ഡേൻ്റെ ഷൂട്ട് ചെയ്യാൻ നല്ല സ്പോട്ട് പോയി നോക്കിയിട്ട് ഞാൻ ഇറങ്ങി. കഫേയിൽ പോയാൽ സൈക്കിൾ ഉണ്ട് കേട്ടോ. സൈക്കിൾ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്പോട്ട് നോക്കി. പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. ബർത്ത്ഡേൻ്റെ അന്ന് മോർണിംഗ് രാവിലെ തന്നെ നമ്മൾ ആദംസ് ക്യുസീനിന്ന് നമ്മളെ ആദം ക്യുസീൻ്റെ ഫൗണ്ടർ എൻ്റെ മക്കൾക്ക് ബ്രൗണിയും അതുപോലെ ഫെറേറോ റോഷർ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ സ്റ്റാർ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ഞാൻ ഇന്ന് ഇരുത്തുന്നില്ല. സ്കൂളിൽ കുട്ടികൾക്ക് ആ റിട്ടേൺ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് നേരെ പിന്നെ ഫോട്ടോഷൂട്ടിന് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. വേറെ ഗിഫ്റ്റ് അങ്ങനെ ഒടുക്കല് കൈമ കൊടുക്കണ്ടേ, കൊറേനെ കൈമ പിടിച്ച് കൊടുക്ക്. എടാ കൈമ കൊടുക്ക.
അങ്ങനെ ആടുന്ന് മക്കളെ കൂട്ടി നേരെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ പടന്നയിലുള്ള പെട്രോൾ പമ്പിലേക്ക് പോയി. പിന്നെ അവിടെ ഉണ്ടായതൊരു യുദ്ധമാണ്. അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക, അങ്ങനെ വാ ഇങ്ങനെ വാ, അടി കുത്ത് ബഹളം ഒന്നും പറയണ്ട. എൻ്റെ മക്കൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ബർത്ത്ഡേ ആയാലും പെരുന്നാളായാലും പറയുന്നൊന്നും കേൾക്കില്ല. ഒരുമാതിരി മൂടായിരിക്കും, കരയും ചിളിയും ദേഷ്യം പിടിക്കും, ഒന്നും പറയുന്നൊന്നും കേൾക്കില്ല. അതിൻ്റെ കൂടെ കാലാവസ്ഥ ഇങ്ങനെയും ഒന്നും അനങ്ങുമ്പോൾ മഴ പെയ്യാൻ പോയി, കാറ്റ് വരുന്നു, പാറിപ്പോകുന്നു, ഒന്നും പറയണ്ട. പക്ഷെ അൽഹംദുലില്ലാ വിചാരിച്ചതിനും കാട്ടി അടിപൊളിയായിട്ട് ഹാമ്പറും സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു ബ്രൗണി സാധനങ്ങളൊക്കെ വെച്ചപ്പോൾ ഒന്നും പറയണ്ട. പിന്നെ ബ്രൗണിൻ്റെ ഒന്ന് ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. കാരണം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് ബർത്ത്ഡേൻ്റെ തലേന്ന് മഗ്‌രിബിൻ്റെ സമയത്താണ്. അപ്പോൾ ഞാനൊരു ഹോം ബേക്കറാണ്, എനിക്കറിയാം ഇത് നടക്കൂലെന്ന്. കാരണം എങ്ങനെ രാത്രി പറഞ്ഞാൽ ഈ മഴയില്ല, ഈ കറണ്ട് ഇല്ലാത്ത സമയത്ത് എങ്ങനെ ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് സെറ്റ് ആവുന്നില്ല, കൺഫ്യൂഷൻ ഉണ്ടായി എനിക്ക്. പക്ഷെ പാവം 3-4 മണി വരെ ഇരുന്ന് സെറ്റാക്കിയിട്ട് രാവിലെ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ. കാസർഗോഡ് കണ്ണൂർ ഏരിയയിലൊക്കെ ഇവർ ഡെലിവറി ചെയ്യും. കണ്ണൂർ നമ്മുടെ രാമന്തളി ഏരിയയിലാണെന്ന് തോന്നുന്ന സ്ഥലം, കറക്റ്റൊക്കെ അറിയില്ല. ആ ഒരു ഏരിയയിലും ഒക്കെ ഡെലിവറി ചെയ്യും. സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുത്ത് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ആദം കുസീൻ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അവരെ കൊളാബ് ചെയ്തിട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. ഓർഡർ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും സ്ക്രീനിൽ കൊടുക്കുക. അങ്ങനെ അൽഹംദുലില്ലാ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട്. കൈ കൊണ്ട് കൊടുക്കണ മോക്ക് ഞാൻ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിന്. മോന് ഓൾറെഡി 2 മാസം മുമ്പാണ് പുതിയ സൈക്കിൾ വാങ്ങിയത്. സോ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല, രണ്ടാൾക്കും ഇപ്പോൾ സൈക്കിളായി. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ കേക്കിനെ പറ്റി പറയാണ്ടിരിക്കാങ്ങില്ല കേട്ടോ. ഫെറേറോ റോഷർ ട്രഫിൾ കേക്കാണ് കേട്ടോ. നോർമൽ ക്രീം കേക്ക് അവർ ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ ഫില്ലിങ്സ് എല്ലാം കണ്ട ഇത്രയും അധികം ഫില്ലിങ്സ് എല്ലാം ഉള്ള കേക്ക് എങ്ങനെ ഇവർക്ക് മുതലാവും എനിക്കറിയില്ല കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയായിരുന്നു. അങ്ങനെ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ പുറക്കേക്ക് പോയി ഡ്രസ്സെല്ലാം ഊരി. അപ്പോഴത്തേക്ക് എൻ്റെ മോള് ചെറുതായിട്ടൊന്ന് സൈഡായി, പനി വരുന്ന പോലെയെല്ലാം ഉണ്ടായി. അങ്ങനെ റെസ്റ്റ് എടുപ്പിച്ച് രാത്രി അവരെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. സോ ബിരിയാണി ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ കുറേ പണിയെടുത്ത് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. ഫുഡ് ഉണ്ടാക്കാൻ പോയി. വീട്ടിൽ പോയിട്ട് വൃത്തിയാക്കിയെല്ലാം വെച്ച്. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ വരുന്നുണ്ട്, അതുപോലെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, മക്കളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ടായി. ഒരു സന്തോഷമല്ല, എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കൊരു ഭയങ്കര സന്തോഷം. അവരെ പരിഗണിക്കുന്നുണ്ട്, അവർക്കൊരു വിലയുണ്ട്, വാല്യൂ ഉണ്ട് എന്നല്ല അവർക്ക് തോന്നിപ്പിക്കണ്ടേ. സോ അൽഹംദുലില്ലാ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നോക്കണേ. മഴ പെയ്യൂണേ നമ്മൾ ചോദിച്ചിട്ടാ. നമ്മളെ ബർത്ത്ഡേ ഗേളുടെ പനിയും ഛർദിയായിട്ട് കിടക്കുന്നുണ്ട്. മാഷാ അല്ലാ മാഷാ. എൻ്റെ ഉമ്മാരെ വായിന്ന് കിട്ടാത്ത ചീത്തയില്ല. സോ എല്ലാവരും എൻ്റെ മോക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞാനെന്തെങ്കിലും പറയണത്, ഇത് രാത്രി പരിപാടിയിൽ വെച്ച് ചങ്ങായിമാരെല്ലാം വിളിച്ചിട്ട് കിടത്താൻ നോക്കി. തലവേദന, പനി, ഛർദി എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം കിട്ടി ബോധിച്ചിരിക്കുന്നു. ഇങ്ങോട്ടൊക്കെ തിരിച്ച് അതാ അനിയന് തരുന്നത്. പാവം കൈ കൊടുക്ക്. പപ്പാന് ഭയങ്കര ആറ്റിറ്റ്യൂഡ്. ബൈ പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ ആസിം പാടിയേ. ഹാപ്പി ബർത്ത്ഡേ. എന്തെങ്കിലും ചിരിച്ചു വർത്താനം പറഞ്ഞേ. ആരെങ്കിലും ഉണ്ടാ? നീ പാടുക. അന്ന് സാരി കമിത അത് പഠിക്കോ? സാരി സാരി ഗമ
അടുത്ത പാട്ടോടാൻ അറിയുന്ന ആളാരില്ലേ? ഇനി ആര് പാടല്? അടുത്ത പാട്ടാര്? ആ കയ്യടി. ഇനി അടുത്ത പാട്ടാര് പാടല്? അമ്മി പാടോ? ഫർദ പാടോ? ഫാത്തി പാടോ? നഫ്ല പാടോ? ഇനായ പാടൂ. ആ റെഡി 1 2 3 സ്റ്റാർട്ട്. ഇല്ലേ? എന്നാ സുലൈമാൻ പാട്, റഫാൻ പാട്, ഫൈസാൻ പാട്. ഫൈസാനെ നിർബന്ധിച്ചാ പാടും. പ്ലീസ് എന്നൊരു കഥ പറയാം. എന്നാ ഓക്കെ. എന്നാ മുഹമ്മദിന് ഇഷ്ടമില്ല പാട്ടോട് ഒരു പാട്ട് പാടുപ്പാ. ജഗതിനാലോടും തോൽക്കാവേരൻ കരളിനിലമ്മക്കാൽ തേരും പൈതൽ ദുനിയിൽ താലാട്ടും സ്വർഗം നീയേ നനയോ പോരാട്ടോരെന്തേ കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പാൻ ആരും പോരണ്ട സിറ്റിവായും രാജ നിരക്ക് പടമുള്ളക്ക് 10 ൽ 10 ഇല്ലുമിനാട്ടി. ഞാൻ ശരിയില്ലട്ടാ, നിങ്ങൾ ഡാൻസ് ഒന്നും കളിക്കുന്നില്ല. ഇപ്പൊ നമ്മ കേക്ക് മുറിക്കൂലേ? കേക്ക് മുറിച്ചിട്ട് ഈ ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് ഓഫ് ആക്കിട്ട് നമ്മ ഡാൻസ് കളിക്കൂ. റെഡി? ആർ യു റെഡി ഗൈസ്? നാടിൻ നന്മകനെ പനെ മുത്തായവനെ നിന്നെ സൂര്യനും ചന്ദ്രനും ഒന്നായവനെ നാനും കത്തുവച്ച സന്നകനെ സംഹാരവനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ അറിയാൻ നമ്മെ പോയി അണ്ണൻ വന്നാൽ കൊമ്പിട്ട് നില്ല് ഇരുട്ടിൽ തെറ്റി വാഴും ഗജാവത്തിൽ നിനക്ക് നാലം നടത്തു വെച്ചാൽ സ്വർഗം പോലും വണ്ടർ വേൾഡ് ഇല്ലുമിനാട്ടി ആനന്ദനാനന്ദനാനന്ദനാടി. കടവുളക്ക് 10 ൽ 10 ഇല്ലുമിനാണ്ടേ